ഭ്രമയുഗം എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം മമ്മൂട്ടിയുടെ റിലീസ് ചെയ്യാൻ പോകുന്ന അടുത്ത സിനിമയാണ് വൈശാഖ് സംവിധാനം ചെയ്യുന്ന ടർബോ. ഫെബ്രുവരി 19 സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാകുകയും വരുന്ന 3 മാസം കൊണ്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾക്ക് ശേഷം മേയിൽ റിലീസ് ചെയ്യുവാനുള്ള ഒരുക്കത്തിലാണ് അണിയറ പ്രവർത്തകർ. ഷൂട്ടിംഗ് പൂർത്തിയായ ശേഷം സിനിമയുടെ സംവിധായകൻ വൈശാഖ് പറഞ്ഞ വാക്കുകൾ ഇതിനോടകം വൈറലായി കഴിഞ്ഞു. ഈ മനോഹര യാത്രയ്ക്ക് നന്ദി. 104 ദിവസത്തെ തുടർച്ചയായ ഷൂട്ടിംഗ്, എണ്ണമറ്റ കുറേ ഓർമ്മകൾ, എന്നും നിലനിൽക്കുന്ന ബന്ധങ്ങൾ, ഫ്രെയിമുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ടീമിന് വലിയൊരു നന്ദി. നിങ്ങളെല്ലാം നൽകുന്ന പിന്തുണ എൻ്റെ അഭിനിവേശം വർദ്ധിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മമ്മുക്ക, താങ്കൾ നൽകിയ പിന്തുണയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. നിങ്ങൾ ഒരു ജീവൻ രക്ഷകനാണ്. മമ്മൂട്ടി കമ്പനിക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. എല്ലാ പ്രാർത്ഥനകൾക്കും ആശംസകൾക്കും പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇതാണ് വൈശാഖ് കുറിച്ചിട്ടുള്ളത്. മധുരരാജ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം വൈശാഖും മമ്മൂട്ടിയും ഒന്നിക്കുന്ന സിനിമയാണ് ടർബോ. ടർബോ ജോസ് എന്ന ഹ്യൂമർ ആക്ഷൻ കഥാപാത്രത്തെയാണ് മലയാളത്തിൻ്റെ ഈ മഹാനടൻ അവതരിപ്പിക്കുന്നത്. ചിത്രത്തിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത, തുടർച്ചയായി സൂപ്പർ ഹിറ്റുകൾ മാത്രം സമ്മാനിക്കുന്ന മിഥുൻ മാനുവൽ തോമസാണ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ മലയാളത്തിൻ്റെ ഏറ്റവും സീനിയറായ അരോമ മോഹനാണ്. ഭ്രമയുഗത്തിലും ഇദ്ദേഹം തന്നെയായിരുന്നു കൺട്രോളർ. 10ലധികം സ്റ്റണ്ട് സീക്വൻസുകളുള്ള ഈ സിനിമയുടെ ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിക്കുവാൻ വേണ്ടി മാത്രം 25ലധികം ദിവസങ്ങൾ എടുത്തുകൊണ്ട് മലയാള സിനിമ കണ്ട എക്കാലത്തെയും വലിയ ഒരു ആക്ഷൻ പടം ആക്കുവാനുള്ള ശ്രമത്തിലാണ് വൈശാഖും കൂട്ടരും. കുറച്ചു കാലങ്ങളായി വ്യത്യസ്തമായ കഥയെയും കഥാപാത്രങ്ങളെയും കണ്ടുപിടിച്ച് മലയാളത്തിൽ പുതുമകൾ മാത്രം സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന, മലയാളത്തിൽ നിരന്തരം സൂപ്പർ ഹിറ്റുകൾ സമ്മാനിക്കുന്ന ഈ മഹാനടൻ്റെ ഒരു ആക്ഷൻ സിനിമയ്ക്ക് വേണ്ടി വളരെ കാലങ്ങളായി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. മമ്മൂട്ടിയും വൈശാഖും ഇതിനു മുന്നേയും ഒരുമിച്ചപ്പോഴെല്ലാം ആരാധകരെ ആവേശം കൊള്ളുന്ന തരത്തിലുള്ള ആക്ഷൻ മാസ് സിനിമകളാണ് സംഭവിച്ചിട്ടുള്ളത്. വൈശാഖിൻ്റെ, മിഥുൻ മാനുവൽ തോമസിൻ്റെ ഈ മെഗാസ്റ്റാർ ചിത്രവും തിയേറ്ററുകളിൽ ആരാധകരെ ആവേശത്തിൻ്റെ കൊടുമുടിയിൽ കൊണ്ടെത്തിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് മറ്റൊരു പുതിയ എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.